ഫ്രണ്ട്സ്, ഇന്ന് 25-26 ഇന്ന് ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇൻസ്പെക്ഷനായിട്ട്. അപ്പോൾ മൺസൂൺ ചെക്കിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് വണ്ടികൾ നമുക്ക് വരാനുണ്ട്. അപ്പം ഇന്നത്തെ ചെക്കിങ്ങിന് വന്നിട്ടുള്ള വണ്ടികളാണ് ഈ കാണുന്നത് എല്ലാതും. വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കിയിട്ട് തന്നെ വേണം കേട്ടോ നിങ്ങൾ വരാൻ. ഇപ്പം 2-3 ദിവസമായി എല്ലാവരും തിരക്ക് ഒന്ന് ടൈറ്റായി കഴിയുമ്പം കുറേ നോട്ടം കുറയുന്നൊക്കെ വിചാരിച്ചിട്ട് വരാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാ ദിവസവും ഒരേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിനനുസരിച്ചിട്ടാണ് സാറുമാർ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ റിവേഴ്സ് ലൈറ്റ് മുതൽ ഹെഡ് ലൈറ്റ് മുതൽ അല്ലെങ്കിൽ വൈപ്പർ, പ്ലാറ്റ്ഫോം, സ്റ്റെപ്പിനി ടയറുകളുടെ ക്വാളിറ്റി, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി എല്ലാതും നോക്കിയിട്ടാണ് ഇപ്പം ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഏകദേശം ഒരു 10-20-25 വണ്ടിയുടെ മുകളിലൊരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ടൈറ്റും കാര്യങ്ങളും ആ തിക്കും തിരക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 5 ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരു ഡേറ്റും കാര്യങ്ങളും 5 ദിവസത്തേക്ക് നീട്ടും. സ്റ്റെപ്പിനി ടയർ പുതിയ അതിന് സ്റ്റോപ്പ് ബോർഡില്ല, സ്റ്റോപ്പ് ബോർഡ് വെക്കണേ. കാൽക്കുലേഷൻ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി എന്തോരുണ്ട് കറക്കുന്നത് പഴയതാണ്. ഇപ്പം ചെയ്ത് തന്നെ 2015. ഇത് ഫസ്റ്റ് ക്യാമറ ഒന്നിവിടെ ഇനി പറഞ്ഞ കൂടെ ഉണ്ടല്ലോ. ഇവിടെ കുട്ടികളെ കയറി വരുന്ന ഭാഗത്ത് ഒരു ക്യാമറ മിസ്സിംഗ് ആവുന്നില്ല. ഡോർ സൈഡ് വ്യൂ ക്യാമറ ഇല്ല. പ്ലാറ്റ്ഫോം പുതിയതാണല്ലേ? അതെ, പുതിയതാണ്. എമർജൻസി സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ബ്രേക്ക് ഔട്ട് റിവേഴ്സ് ലൈറ്റ് ഇല്ല. കത്തിയോ? റിവേഴ്സ് ലൈറ്റ് കത്തിയോ? റിവേഴ്സ് ലൈറ്റ് സ്റ്റെപ്പിനി ടയർ ഉണ്ടോ?
ഫ്രണ്ട്സ്, ഈ ഒരു രീതിയിലാണ് ഇവിടെ ചെക്കിങ്ങുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് ഈ ക്യാമറ ഉദ്ദേശിച്ചത് അത് ഇവരുടെ വണ്ടി തന്നെ സാറേ, ഇവരുടെ വണ്ടി തന്നെയാണ്. ഈ ക്യാമറയാണ് ഉദ്ദേശിച്ചത്. ഈ ക്യാമറയാണ് ആ വണ്ടി ഇല്ല കേട്ടോ. ഇങ്ങനെ ഒരു ക്യാമറ എമർജൻസി എക്സിറ്റ് പുറത്ത് എഴുതണം, എഴുതിയിട്ടുണ്ട്. അല്ല സാർ, അത് ബാക്കിൽ എഴുതി. സ്റ്റാർട്ട് ചെയ്തോ. നല്ല കാര്യമായിട്ടുള്ള ചെക്കിങ് തന്നെ നടക്കുന്നുണ്ട്. ഓരോ വണ്ടിയുടെ അടിയിൽ ഇരുന്നിട്ട് കിടന്നിട്ട് ഒക്കെ സാറുമാർ നോക്കുന്നുണ്ട്. എത്രത്തോളം വൃത്തിയാക്കി കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം വൃത്തിയാക്കിയിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ വണ്ടികളും കൊടുന്നോളൂ. അപ്പം നമുക്ക് വെറുതെ ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമൊന്നും വരില്ല. എല്ലാതും ക്ലിയർ ആയിട്ടുള്ള വണ്ടികൾക്ക് സുഖമായിട്ട് ടെസ്റ്റും കിട്ടുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. ചെക്കറൊക്കെ സ്റ്റിക്കറും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മൺസൂൺ ചെക്കപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഡിക്കേറ്ററിടെ റൈറ്റില് ലെഫ്റ്റിലൂടെ സ്റ്റെപ്പിനുണ്ടല്ലോ. സ്റ്റോപ്പ് ബോർഡ് ഇവിടെ കയറുന്ന ഡോർ സൈഡ് വന്നുണ്ട് കയറുന്നത്. ഒരു ക്യാമറ വയ്ക്കുന്നുണ്ട്. കുട്ടികളെ കയറുന്നതാണോ? അതിനടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ ഈ വ്യൂ കിട്ടണം. അത് ഇങ്ങനെ ആക്കാൻ അതല്ല, വേറെ പറഞ്ഞു. ഹൈപ്പർ ഫോൺ ബ്ലൈൻഡ് സ്പോട്ട് മിറർ വെക്കണം. ഇൻഡിക്കേറ്റർ സാറേ, ഈ ചെറിയ വണ്ടികൾക്ക് ഇങ്ങനത്തെ വിങ്ങർ പോലത്തെ വണ്ടികൾക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിറർ ആവശ്യമുണ്ടോ? എല്ലാ വണ്ടികൾക്കും ബ്ലൈൻഡ് സ്പോട്ട് കേട്ടോ. അപ്പിയില്ല. ഒന്നാനക്ക് ഇല്ല. ക്യാമറ അങ്ങനെ ക്യാമറ വെച്ചില്ല. ഒന്ന് ഇവിടെ നിന്ന് പുറകിലോട്ട് വയ്ക്കും, പിന്നെ കാണാൻ പറ്റുന്ന ഡിസ്പ്ലേ. ഇതെല്ലാം കൂടെ ഉള്ള ക്യാമറ വെക്കണം. ഫസ്റ്റ് എയ്ഡ് എല്ലാം ഉണ്ടല്ലോ. ഇങ്ങനെയാണോ? ക്യാമറ ഫിറ്റ് ചെയ്യണം. എല്ലാ വണ്ടികളും അവർ തന്നെ കയറിയിട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. ഓടിച്ച് നോക്കിയിട്ട് സ്പീഡും കാര്യങ്ങളും കറക്റ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ്
നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെയാണ് എല്ലാതും നോക്കുന്നത്. സാറുമാരിന് വണ്ടി ഓടിക്കുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് കറക്റ്റായിരിക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള എന്തൊക്കെ പണികൾ ചെയ്യാനുണ്ടോ എല്ലാവരും ചെയ്തിട്ട് വരിക. അടുത്ത ദിവസത്തെ അപ്ഡേഷനായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.